പൊളിഞ്ഞെടുങ്ങട്ടെ നുണകൾ, തകർന്നു വീഴട്ടെ നുണക്കോട്ടകൾ. ഒരുപക്ഷെ ഇത്തവണ LDF മുഴക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ഇതുകൂടിയാണെന്ന് പറയേണ്ടി വരും. വികസനവും ക്ഷേമവും മാത്രമല്ല LDFന് ഇത്തവണ ഉയർത്തിക്കാട്ടേണ്ടി വരുന്നത്. VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ നിരന്തരം പടച്ചുവിടുന്ന നുണക്കോട്ടകൾ തകർത്ത് എറിയേണ്ട ആവശ്യകത കൂടിയുണ്ട്. ഇന്ന് തിരുവല്ലയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത് തന്നെ ഈ നുണക്കോട്ടകളെ കരുതിയിരിക്കുന്നതിനെ കുറിച്ചാണ്. ഓരോ ദിവസവും പടച്ചുവിടുന്ന നുണകൾ വസ്തുതകൾ കൊണ്ട് ജനങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് നുണകൾ ഇങ്ങനെ പടച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2 നുണകൾ പറഞ്ഞു. അതിലൊന്ന്, തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ഉം BJP-യുമായി ഡീൽ ഉണ്ടാക്കി എന്നതാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ 2019-ലെയും 2024-ലെയും കണക്കുകൾ പരിശോധിച്ചാൽ ആരാണ് ഡീൽ ഉണ്ടാക്കിയതെന്ന് കൃത്യമായി ബോധ്യപ്പെടും. 2019-ൽ കോൺഗ്രസിന് തൃശ്ശൂരിൽ കിട്ടിയ 84,000 വോട്ടുകൾ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് 2024-ലെത്തുമ്പോൾ ആ 84,000 വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് എങ്ങനെയെന്നുള്ള ചോദ്യം പരിശോധിച്ചാൽ ഒന്നാമത്തെ നുണ പൊളിഞ്ഞു വീഴും. രണ്ടാമത്തെ നുണ മുഖ്യമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോ ആണ് എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ല, മുഖ്യമന്ത്രി പറയുന്നത് കേട്ടാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 20ഓളം മാധ്യമങ്ങൾക്കാണ് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത്. ആ ചോദ്യങ്ങൾ, ആ മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങളെല്ലാം അവരുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. അവിടെയെല്ലാം മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി മറ്റുള്ളവരെ മിണ്ടാൻ അനുവദിക്കാതിരിക്കുകയായിരുന്നില്ല. അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യവും സ്പഷ്ടവുമായ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകുകയും ചെയ്തത്. അതാണ് രണ്ടാമത്തെ നുണ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഡീലുമായി ബന്ധപ്പെട്ടാണ് വലിയ തരത്തിലുള്ള നുണപ്രചരണം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP-യും CPM-ഉം പലയിടങ്ങളിൽ ഡീല് നടത്തി എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, വളരെ കുപ്രസിദ്ധമായ കോലീബിയിൽ തുടങ്ങുന്നതാണ് നമ്മളുടെ ചരിത്രത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരിക. പക്ഷേ അതിനു മുൻപ് സാക്ഷാൽ EMS പാലക്കാട് മത്സരിച്ചപ്പോൾ, AKG മത്സരിച്ചപ്പോഴൊക്കെ കോലീബി സഖ്യത്തിന്റെ അന്നത്തെ രൂപം ഉണ്ടായിരുന്നു. അവിടെ കോൺഗ്രസും BJP-യും സ്ഥാനാർത്ഥികളെ നിർത്താതെ ഒറ്റ സ്ഥാനാർത്ഥി നിർത്തിയ ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതുമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരം വസ്തുതകളെ മറച്ചു പിടിക്കാനാണ് നിരന്തരം നുണകൾ പടച്ചുവിട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ള കനകോലു തന്ത്രം VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്തവണത്തെ മുദ്രാവാക്യം കേരളത്തിലെ LDF സർക്കാർ എന്തുകൊണ്ട് തുടരണം എന്നതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, അത് വികസനവും ക്ഷേമവും തുടരണമെങ്കിൽ, കേരളത്തിന്റെ വികസനം പുതിയ ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ സ്വാഭാവികമായും LDF 3ാം തുടർഭരണം വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് എടുത്തു പറയേണ്ടത്, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ നുണക്കോട്ടകളെ തകർത്തെറിയുക എന്നുള്ളതാണ്. വസ്തുതകൾ കൊണ്ട്, യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ ഇത്തരത്തിലുള്ള നുണകൾ നിരന്തരം പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുക. ഈ 2 വിഷയങ്ങളാണ് ഇന്ന് ഈ സാഹചര്യത്തിൽ ഇവിടെ ഓർമ്മിക്കാൻ പറ്റുന്നത്. സ്വാഭാവികമായും ആ 2 തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി, മുഖ്യമന്ത്രി ഈ 20 മാധ്യമങ്ങളിൽ എന്തൊക്കെയാണ് സംസാരിച്ചത്, അതിലുണ്ട് കേരളത്തിലെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ പറ്റി, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതരാഷ്ട്രവാദികളുമായി കോൺഗ്രസ് കൂട്ടുകൂടിയതിനെ പറ്റി, അതോടൊപ്പം തന്നെ കാലങ്ങളായി BJP-യും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിൽ നടത്തുന്ന ഇടപെടലുകളെ പറ്റി, ആ ഡീലുകൾ പുറത്തു വരാതിരിക്കാൻ ഇന്ന് സതീശൻ പറഞ്ഞ നുണ തന്നെയാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. അതിനെ പൊളിച്ചെഴുതേണ്ടതുമുണ്ട്.